ഹലോ എവരിവൺ, ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോൺ കേസൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ. ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല വെറും 20 രൂപ മതി നമുക്ക് ഈ ഒരു ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള മേക്ക് ഓവർ ചെയ്തെടുക്കാൻ. പിൻട്രസ്റ്റിൽ നിന്ന് കുറേ എസ്തെറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതെല്ലാതും കൂടി ഒരു A4 സൈസ് പേപ്പറിൽ എഡിറ്റ് ചെയ്ത് പ്രിന്റ് എടുത്തു. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഒരു ബേസ് വേണമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ എടുക്കുക. കളർ പേപ്പറിലേറെ കുറച്ചുകൂടി ബെറ്റർ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കാരണം ഈ കളർ പേപ്പറിൽ ചെയ്യുന്ന സമയത്ത് അത് പരക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമായിരിക്കും ഒന്നും കൂടി നല്ലത്. അതുപോലെ നമ്മളൊരു ഫോൺ കേസിൻ്റെ അളവ് വെച്ചിട്ട് വേണം അത് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി പെയിൻറ്റ് കൊടുക്കാൻ. നമ്മൾ ഒറ്റ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ കുറേ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളതിൽ ഒട്ടിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വിൻറ്റേജ് എസ്തെറ്റിക് ലുക്കാണ് പിടിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതേ വേറൊരു പേപ്പർ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ 2 എണ്ണം പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് ജേണൽ സപ്ലൈസ് കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കൂടി ഞാൻ അതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട. ഇനി ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാർച്ച് 10th മുമ്പേ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിവ് അവേയിൽ ഒരു വിന്നറിനെ കൂടെ ആഡ് ചെയ്യണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ നമ്മൾ ഉണക്കാൻ വെച്ചതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ആ ഒരു ക്യാമറൻ്റെ പോർഷനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ. അത് നമ്മൾ അതിൻ്റെ ഫോണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാം. കാരണം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ ഞാൻ പഴയ ഫോൺ കേസിൻ്റെ ഇത് വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ക്യാമറൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിക്കണമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുകയാണ്. അങ്ങനെ തലങ്ങും വിലങ്ങും ഫുള്ളായിട്ടുണ്ട് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിക്കുക. നമ്മൾ ഈ ജേണലൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഒരൊറ്റ ട്രാൻസ്പാരൻറ്റ് ഫോൺ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. പല കളേഴ്സിലും നമ്മൾ ഓരോ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ആകെ അരമണിക്കൂർ വേണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ നൈസായിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ ദിവസങ്ങളിലായി, പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ എക്സാമൊക്കെ അല്ലേ, അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു പേപ്പർ കട്ട് ചെയ്യുന്നതിന് മാത്രമാണ് എനിക്ക് ഇത്ര ടാസ്ക് ആയിട്ട് തോന്നിയത്. പിന്നെ നൈസായിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 പിക്ചേഴ്സൊക്കെ വെച്ചെടുത്താൽ മതി. ഞാനൊരു രസത്തിനാണ് ഇങ്ങനെ ചെയ്യണത്. ഡ്രസ്സിൽ നിന്നും അതുപോലെ ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എസ്തെറ്റിക് സ്റ്റിക്കേഴ്സ്, അതുപോലെ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ്, അങ്ങനെയൊക്കെ പിന്നെ ജേണൽ സപ്ലൈസ് അതുപോലെയൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ പിക്ചേഴ്സ് കാണും. അതൊക്കെ ഞാൻ പിക്സാർട്ടിൽ പോയിട്ടാണ് എല്ലാം കൂടി കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് പിന്നെ വല്ല ക്രാഫ്റ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. എങ്ങനത്തെ ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം. അങ്ങനെ ക്രാഫ്റ്റ് അല്ല വേറെ ടൈപ്പ് വീഡിയോസ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസിന് ചെയ്യാം. അപ്പോൾ നിങ്ങളിനി ഇത് ഫുള്ള് കണ്ടിട്ട് വാ. ഞാനിനി പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ വിൻറ്റേജ് ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങളെ നെയിമൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഗ്ലേസിങ് കിട്ടാനും അതുപോലെ കുറേ കാലം കേടുവരാതെ നിൽക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഫേവിക്കോളാണ് ചെയ്തിരിക്കുന്നത്. ഒരു വാർണിഷിൻ്റെ എഫക്റ്റ് കിട്ടാനും നല്ല അടിപൊളിയാണ്. ഇതുപോലെ ഫുള്ളായിട്ടൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫേവിക്കോൾ തേച്ചെടുക്കുക. അതുകൊണ്ട് അത് ഡ്രൈ ആയി കിട്ടി. ഇപ്പം നല്ല ഗ്ലേസിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് വെക്കണ ഫോൺ കേസ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടണിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പർ ഒരു കേടും വരാതെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആ ഫോൺ കേസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ പേപ്പർ അടക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടി ഫോണും വെക്കും. അത്രയുള്ള നമ്മൾ എസ്തെറ്റിക് ആയിട്ടുള്ള ഫോൺ മേക്ക് ഓവർ റെഡി. ഇതുപോലെ നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ ട്രാൻസ്പാരൻറ്റ് ഫോൺ കേസ് വാങ്ങിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കുക. ടാറ്റാ.